കേരള രാഷ്ട്രീയത്തിലെ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായി തുടരുന്ന കേരള കോൺഗ്രസ് എം തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്നും LDF വിടുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ കേവലം അടിസ്ഥാനരഹിതമായ വാദങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വിശ്വാസത്തെയും രാഷ്ട്രീയ ധാർമ്മികതയുമാണ് പാർട്ടിയുടെ മുഖമുദ്രയെന്നും ഇതൊരിക്കലും പണയപ്പെടുത്താൻ കേരള കോൺഗ്രസ് എം തയ്യാറാകില്ലെന്നും റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും മുൻനിർത്തി മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഇത്തരം കഥകൾക്ക് മറുപടി നൽകേണ്ട ബാധ്യതകൾ പാർട്ടിക്കില്ലെന്ന കർശന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. UDFിലേക്ക് മടങ്ങിപ്പോകാൻ പാർട്ടി നീക്കം നടത്തുന്നുവെന്ന വാർത്തകൾ സജീവമാകുന്നതിനിടയിലാണ് മന്ത്രിയുടെ ഈ വിശദീകരണം. മുൻപ് UDFിൽ ആയിരുന്നപ്പോഴും LDF നേതാക്കളുമായി വ്യക്തിപരമായ സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ മുന്നണി മാറ്റം എന്നത് കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വ്യക്തിപരമായ ബന്ധങ്ങൾ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കില്ലെന്നും നിലവിൽ LDFിൽ നിന്ന് പാർട്ടി സുരക്ഷിതരാണെന്നും റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന LDFിന്റെ സമര പരിപാടികളിൽ നിന്ന് ജോസ് കെ മാണി വിട്ടുനിന്നത് വലിയ തോതിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്നാൽ 5ഓളം പാർട്ടി പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തുവെന്നും ജോസ് കെ മാണിയുടെ അസാന്നിധ്യത്തിന് വ്യക്തിപരമായ കാരണങ്ങളുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുന്നണിയുടെ ജാഥ നയിക്കാൻ പോലും ജോസ് കെ മാണിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടിയും മുന്നണിയും തമ്മിലുള്ള വിശ്വാസത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ UDF പാളയത്തിൽ എത്തിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തലത്തിൽ ഗൗരവകരമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. സോണിയാഗാന്ധി ജോസ് കെ മാണിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും AICC ജനറൽ സെക്രട്ടറി KS വേണുഗോപാൽ ഇതിനായി മധ്യസ്ഥ വഹിക്കുന്നുണ്ടെന്നുമാണ് പുറത്തുവരുന്ന അനൌദ്യോഗിക വിവരങ്ങൾ. എന്നാൽ ഇത്തരം നീക്കങ്ങളെ കുറിച്ച് പരസ്യമായ പ്രതികരണത്തിന് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂറിലുണ്ടായ വോട്ട് ചോർച്ചയും തിരിച്ചടിയും കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ വലിയ ആത്മപരിശോധനയ്ക്ക് കാരണമായിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർക്കിടയിൽ UDFിലേക്ക് മടങ്ങി വരണമെന്ന വികാരം ശക്തമാണെന്നും ഇത് നേതാക്കളിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എടുക്കുന്ന ഏത് തീരുമാനത്തോടും ഉറച്ചു നിൽക്കുമെന്ന് N ജയരാജ്, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ജോബ് മൈക്കിൾ, പ്രമോദ് നാരായണൻ എന്നീ 4 MLA-മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യസ്ഥർ മുഖേന UDF നേതൃത്വവുമായി കേരളത്തിൽ കോൺഗ്രസ് എം ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന സൂചനകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ആരും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇടതു മുന്നണികൾക്കൊപ്പം നിൽക്കുമ്പോൾ ക്രൈസ്തവ സമുദായ നേതൃത്വങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കില്ലെന്ന ആശങ്ക ചില പാർട്ടി നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ശക്തമായ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിനോടൊപ്പം തുടരുന്നത് തിരിച്ചടിയാകുമോ എന്ന ഭയമാണ് ഒരു വിഭാഗം പ്രവർത്തകർ ഉയർത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം സമുദായ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രസക്തി നേടുന്നു. സീറ്റ് വിഭജനത്തെക്കുറിച്ചും UDFിലെ പ്രാഥമിക ചർച്ചകൾ നടന്നതായി പറയപ്പെടുന്നു. UDFിലുള്ള 5 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ മലബാറിൽ ഒരു സീറ്റ് കൂടി ലഭിക്കുകയാണെങ്കിൽ മുന്നണി മാറ്റത്തിന്റെ സാധ്യതകൾ വർദ്ധിച്ചേക്കാം. പാലാ, കടുത്തുരുത്തി സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച നിലപാട് സ്വീകരിച്ച് PJ ജോസഫ് വിഭാഗത്തെ പിണക്കാതെ മുന്നണി പ്രവേശനം സ്വന്തമാക്കാനുള്ള ഫോർമുലകളും അണിയറയിൽ ചർച്ചയാകുന്നുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുള്ള വ്യക്തിപരമായ ഉറപ്പിനായി കേരള കോൺഗ്രസ് എം കാത്തിരിക്കുകയാണെന്നാണ് വിവരം. എന്നാൽ മുന്നണി വിടുന്നത് സംബന്ധിച്ച് യാതൊരു ഔദ്യോഗിക ചർച്ചകളും പാർട്ടിയിൽ നടന്നിട്ടില്ലെന്ന് റോഷി അഗസ്റ്റിൻ ആവർത്തിക്കുന്നു. ഇടതുപക്ഷ ഭരണ തുടർച്ചയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് പാർട്ടിയുടെ കരുത്തെന്നും ഇത്തരം അപവാദ പ്രചാരണങ്ങൾ രാഷ്ട്രീയ എതിരാളികളുടെ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ഓരോ ചലനവും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ പാർട്ടിയുടെ നിലപാട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകും. നിലവിൽ LDFിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ആവർത്തിക്കുമ്പോഴും രാഷ്ട്രീയ അണിയറകളിൽ നടക്കുന്ന ചർച്ചകൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാവി നിലപാടുകൾ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ അവശേഷിപ്പിക്കുന്നു. മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്നും തങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നുമെന്നുള്ള റോഷി അഗസ്റ്റിന്റെ വാക്കുകൾ താൽക്കാലികമായി അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇടുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മാത്രമേ ഇതിൽ വ്യക്തത വരുത്തുകയുള്ളൂ.
മുന്നണി മാറ്റം സംബന്ധിച്ച വാർത്തകൾ പ്രചരിക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ സത്യാഗ്രഹ പന്തലിൽ നിന്നുള്ള ചിത്രം തുടരുമെന്ന അടിക്കുറിപ്പോടെ മന്ത്രി റോഷി അഗസ്റ്റിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇടതുപക്ഷത്തോടുള്ള തങ്ങളുടെ കൂറ് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമാണെന്ന് കരുതപ്പെടുന്നു. എങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരവും സമുദായ നേതൃത്വങ്ങളുടെ നിലപാടും ജോസ് കെ മാണിയെയും പാർട്ടിയെയും എങ്ങോട്ട് നയിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ നിലവിലെ മുന്നണിയിലെ തുടരുമെന്ന മന്ത്രി വ്യക്തമാക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള പ്രായോഗിക രാഷ്ട്രീയ കേരളം കോൺഗ്രസ് എമ്മിനെ മാറ്റി ചിന്തിപ്പിക്കുമോ എന്നതാണ് നിലവിലെ പ്രധാന ചർച്ചാ വിഷയം. UDF നേതൃത്വം പാർട്ടിക്ക് മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങളും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടലും വരും ആഴ്ചകളിൽ കേരള രാഷ്ട്രീയത്തിലെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും കരുതപ്പെടുന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാക്കുകൾ പാർട്ടിയിലെ ഐക്യത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും സമുദായ നേതൃത്വവും UDF നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾ രഹസ്യമായി തുടരുന്നത് അഭ്യൂഹങ്ങൾക്ക് വീണ്ടും വളമിടുകയാണ്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിന്റെയും വിശ്വാസത്തിന്റെയും പോരാട്ടമാണ്. ഇടതുമുന്നണിയിൽ ലഭിക്കുന്ന പരിഗണനയും UDFിലേക്ക് മടങ്ങിയാൽ ലഭിക്കാവുന്ന രാഷ്ട്രീയ നേട്ടങ്ങളും തുലനം ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാകും പാർട്ടി ഒടുവിൽ എത്തിച്ചേരുക. നിലവിൽ LDFന്റെ കരുത്തായി തുടരുന്ന കേരള കോൺഗ്രസ് എം തങ്ങൾക്കെതിരെ ഉയരുന്ന ഓരോ ആരോപണങ്ങളെയും ശക്തമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന രാഷ്ട്രീയ ജാഥയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും ഈ തർക്കങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകുമെന്ന് പ്രതീക്ഷിക്കാം.